കോൺഗ്രസ് നേതൃത്വം കാണേണ്ടുന്നൊരു കാര്യം, അതായത് ഈ നരേന്ദ്രമോദി സർക്കാർ വരുമ്പോഴും പിണറായി വിജയൻ സർക്കാർ വരുമ്പോഴും എന്ന് വെച്ചാൽ ഇവർ കേന്ദ്രത്തിലും കേരളത്തിലും തുടങ്ങുന്ന കാലത്ത് 8 വയസ്സുണ്ടായിരുന്നൊരു കുട്ടി ഇപ്പോൾ 18 വയസ്സുള്ളൊരു യുവാവാണ്. എന്ന് വെച്ചാൽ 10 വർഷക്കാലം എന്ന് വെച്ചാൽ യുവാക്കളുടെ ഒരു വലിയ ബഹുഭൂരിപക്ഷം, കോൺഗ്രസ് അണികളായിട്ടുള്ള യുവാക്കളുടെ ബഹുഭൂരിപക്ഷം, ഒരു 80% അല്ലെങ്കിൽ 70% പേരും അവർ പ്രതിപക്ഷത്തായിരുന്ന കാലത്ത് ഈ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. അത് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കണം. എന്താണ് അവരുടെ സവിശേഷത? ആ ചെറുപ്പക്കാരുടെ സവിശേഷത എന്താ? അവർ കോൺഗ്രസിനെ ഒരു ഭരണകക്ഷിയായിട്ടല്ല അവരുടെ രാഷ്ട്രീയമായ ഉണർവുണ്ടായ കാലത്ത് കണ്ടിട്ടുള്ളത്. അവർ ദേശീയ തലത്തിലും ക്ഷീണിച്ചിരിക്കുന്ന കോൺഗ്രസിനാണ് കണ്ടിട്ടുള്ളത്, ഇവിടെയും ക്ഷീണിച്ചിരിക്കുന്ന കോൺഗ്രസിനെയാണ് കണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവർ ഫൈറ്റ് ചെയ്യുന്ന ഒരു കോൺഗ്രസിനെയാണ് കണ്ടിട്ടുള്ളത്. അവർ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ആരാണ്? രാഹുൽ ഗാന്ധിയാണ്. ആദർശാത്മക വ്യക്തിത്വമായിട്ടുള്ള രാഹുൽ ഗാന്ധി. അതായത് പരാജയപ്പെട്ടാലും ഞങ്ങളുടെ ഈ രാഷ്ട്രീയ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞ് അടിവച്ചടിവച്ചടിവച്ച് മുകളിലേക്ക് പോയിട്ട് ഇപ്പോൾ വിജയങ്ങൾ ഉണ്ടാക്കാൻ പ്രാപ്തനായിട്ടുള്ള നേതാവ് എന്ന നിലയിലേക്ക് എത്തിയിട്ടുള്ള രാഹുൽ ഗാന്ധി എന്ന ആദർശാത്മക രൂപത്തെയാണ് അവരുടെ നേതാവായിട്ട് അവർ കാണുന്നത്. കേരളത്തിലാണെങ്കിൽ അവർ കാണുന്നത് പരാജയപ്പെട്ട് നിൽക്കുന്ന, സമരം ചെയ്യുന്ന, തോറ്റു നിൽക്കുന്ന ഒരു കോൺഗ്രസിനെയാണ്. തോറ്റു നിൽക്കുന്ന കോൺഗ്രസിനെ, ആദർശാത്മക രാഷ്ട്രീയത്തിൽ അടിത്തറയുള്ള കോൺഗ്രസിനെ, സ്നേഹത്തിൻ്റെ കട തുറന്നിരിക്കുന്ന ആളാണ് ഞാൻ എന്ന് ഇത്രക്ക് മോശം കാലത്ത്, കെട്ടകാലം എന്നൊക്കെ പറയുന്ന കാലത്ത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ നിൽക്കുന്ന ചെറുപ്പക്കാരായവർ. ഈ ചെറുപ്പക്കാരോട് കോൺഗ്രസ് കേരളത്തിൻ്റെ നേതൃത്വത്തിന് ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ ചെറുപ്പക്കാരോട് ആദർശാത്മകമായ നിലപാട് തന്നെയാണ് സ്വീകരിക്കേണ്ടത്. ഈ പ്രശ്നത്തിൽ ഈ യൂത്ത് കോൺഗ്രസ് സ്ഥാനം അങ്ങോട്ട് ഒഴിഞ്ഞിട്ട് 1-2 കാലം കഴിഞ്ഞാൽ, കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇയാളെ തിരിച്ചു കൊണ്ട് വന്നേക്കാം, എന്നിവരാരെങ്കിലും എന്നിട്ട് ശക്തനാക്കിയേക്കാം. നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന ആളാണല്ലോ, CPM-നെതിരെ അടിച്ച് നിൽക്കുന്ന ആളാണല്ലോ. ഈ പ്രശ്നമൊക്കെ ഉണ്ടായപ്പോഴും മാധ്യമങ്ങൾക്ക് മുമ്പ് വന്നിട്ട് വിറക്കാതെ കാര്യം പറഞ്ഞില്ലേ? ഈ കേരള സർക്കാരിനെതിരായിട്ട് പോരാടുന്നതുകൊണ്ടാണ് എനിക്കെതിരെ ഇങ്ങനെ വന്നത് എന്നൊക്കെ പറഞ്ഞു നിൽക്കാൻ ഇപ്പോഴും ധൈര്യം കാണിച്ചില്ലേ? അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ട് കൊണ്ടുവന്ന് വീണ്ടും അധികാര പദവിയിലേക്ക് കൊണ്ടുവന്നേക്കാം. അയാൾ ഈ MLA സ്ഥാനം രാജിവെക്കേണ്ട എന്നാണ് ഈ നേതൃത്വം ചിന്തിക്കുന്നതെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടതൊരു കാര്യം, ആദർശത്തിൽ അധിഷ്ഠിതമായിട്ട് കോൺഗ്രസിനെ കാണുന്ന ബഹുഭൂരിപക്ഷം യുവാക്കളുടെ കാലമാണ്, മറ്റൊരു കാലമാണിത്. ഈ പെൺകുട്ടികൾ, KSUവിൻ്റെയോ യൂത്ത് കോൺഗ്രസിൻ്റെയോ സ്നേഹ എന്ന് പറയുന്ന നേതാവ് ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്യാനേ തയ്യാറായിട്ടില്ല. അവർ അവിടുത്തെ ഗ്രൂപ്പിലും പറഞ്ഞു, വന്നിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിലും പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള 100,000 ആളുകൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് ഇത്രമാത്രം മോശം നിലപാടെടുത്ത ഇദ്ദേഹത്തെ വീണ്ടും ഇയാളെ തിരിച്ചു കൊണ്ടുവരാം എന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വം വിചാരിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവർക്ക് അവരുടെ ചെറുപ്പക്കാരായുള്ള പ്രവർത്തകരെ അറിയാമെങ്കിൽ.